ഹായ് ചങ്ങായിമാരെ, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് പറയാൻ പോകുന്നത് 35 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ 35 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഷുഗർ ചെക്ക് ചെയ്ത് നോക്കണം, കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് നോക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ 35 വയസ്സ് കഴിയുമ്പം തന്നെ മിക്ക ആൾക്കാർക്കും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം നോർമൽ ഷുഗർ എത്രയാണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 110, ഭക്ഷണം കഴിച്ചതിന് ശേഷം 160. അതുപോലെ തന്നെ BP എന്ന് പറഞ്ഞ് നോർമൽ 120 മുകളിലും 80 താഴെയാണ്. അപ്പോൾ അത് മറന്നു പോകണ്ട. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മുടിയൊക്കെ കൊഴിയുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമൊക്കെ ആണെങ്കിൽ നിങ്ങൾ തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും. അതിന് മുന്നേ ഇപ്പോൾ എല്ലാ പേർക്കും മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുക? വില കൂടിയ എണ്ണ മേടിച്ച് തേച്ചിട്ട് നമ്മൾ ബ്ലഡൊന്നും ചെക്ക് ചെയ്യത്തില്ല. എണ്ണ തേപ്പ് നിൽക്കുമ്പം ആ മുടിയും കൊഴിക്കലും നിൽക്കും. ചിലവർക്ക് എത്ര തേച്ചാലും മുടി കൊഴിയൽ മാറത്തുമില്ല. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം പോയിട്ട് തൈറോയ്ഡ് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി പൈസ ആവുമെന്ന് തോന്നും, എന്നാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഈ എണ്ണകളൊക്കെ വാങ്ങി തേക്കുക. അതുപോലെ തന്നെ ദിവസവും ഒരു മുട്ട വെച്ച് കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ എല്ലാവർക്കും പൈസയൊന്നും കാണില്ലല്ലോ, അപ്പോൾ പറ്റുന്നവർ ആഴ്ചതോറും എങ്കിലും ഒരു മുട്ട കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ആഴ്ചക്കെങ്കിലും ഒരു ഗ്ലാസ് പാൽ കുടിക്കാൻ നോക്കുക. പറ്റുന്നവർ പിന്നെ കുറച്ച് നടക്കുക. നമ്മുടെ ചീരയും മുരിങ്ങയിലയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പൈസ കൊടുക്കാതെ മേടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ തോരൻ വെച്ചോ കറി വെച്ചൊക്കെ കൂട്ടുക. കാരണം എന്ന് വെച്ചാൽ എല്ലാ സാധനത്തിനും വിലയാണ്. എല്ലാവർക്കും മേടിച്ച് കഴിക്കാനുള്ള ശേഷിയും കാണില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ജീവിക്കണ്ടേ. പിന്നെ കുറച്ചൊക്കെ ആരോഗ്യം ശ്രദ്ധിക്കുക, എക്സസൈസ് ചെയ്യുക. പിന്നെ ഷുഗർ ഉള്ളവരാണെങ്കിൽ മാസാമാസം ഷുഗർ ചെക്ക് ചെയ്യുക. ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഗുളിക കണ്ടിന്യൂസ് കഴിക്കുക. 2 ദിവസം കഴിച്ചു അത് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് കേട്ടോ. 1 മാസമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഷുഗർ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ BP കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്കെല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് അവർ മെഡിസിൻ കഴിക്കാതിരിക്കും. പിന്നെ അത് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് കണ്ടിന്യൂസ് എടുക്കുന്ന മെഡിസിന് നിങ്ങൾ കണ്ടിന്യൂസ് എടുക്കുക. നിങ്ങൾ ഡോക്ടർ ആവാതിരിക്കുക. ഡോക്ടർ നിർത്താൻ പറയുന്ന സമയത്ത് നിങ്ങൾ നിർത്തുക. അല്ലാതെ എൻ്റെ എല്ലാം മാറി ഞാൻ സ്വയമേ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായി എന്നൊക്കെ കരുതി നിങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. കാരണം ഇപ്പം കൂടി വന്നാൽ നമ്മുടെയൊക്കെ ഒരു ഏജെന്ന് പറയുന്നത് ഒരു 55, 60 അല്ലേ. അതിന് മുമ്പേ തട്ടിപ്പോകുന്നവരും ഉണ്ട്. അപ്പോൾ ഇത്രയും കാലം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. ഇനിയുള്ള കാലം, ഇനിയുള്ള ജീവിതം നമുക്ക് വേണ്ടി സന്തോഷമായിട്ടിരിക്കണ്ടേ. അപ്പം നിങ്ങളുടെ ജീവിതം നിങ്ങൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. 35 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും കർശനമായിട്ട് ഈ 3 ടെസ്റ്റുകൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.